സപ്ലൈ, എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ, എന്താണ് നിൽ റേറ്റഡ് സപ്ലൈ എന്നൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സീറോ റേറ്റഡ്, ഡിഫറെന്റ് തിങ്സ്. ഓക്കെ, നൗ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇനി ഈ വേർഡുകൾ അവിടെയും ഇവിടെയൊക്കെ ഉപയോഗിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ടേബിൾ ആയിട്ട് എഴുതുക. 5 കോളം ടേബിൾ, 5 കോളം ടേബിൾ, 5 കോളം ടേബിൾ, 5 കോളം ടേബിൾ. അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒക്കെ തെറ്റാന്നല്ല, ചിലത് തെറ്റാണ്. ഓക്കെ, 5 കോളം ടേബിൾ. ചെറിയ ടേബിൾ മതി കേട്ടോ, വലിയ ടേബിൾ ഒന്നും ഉണ്ടാക്കണ്ട. ഒറ്റ സാധനം എഴുതാനുള്ള ടേബിള്. Yes, exactly, yes. So അതിന്റെ ഹെഡിങ് ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ ആൻഡ് സീറോ റേറ്റഡ് സപ്ലൈ. 4 എണ്ണം മതി. അതിലൊന്ന് അഡീഷണലി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, നിൽ റേറ്റഡ്. വേണ്ട. ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ ആൻഡ് സീറോ റേറ്റഡ് സപ്ലൈ. Okay, non-taxable supply, zero rated supply. Okay, എഴുതിയോ? ഇനി അതിന്റെ താഴത്ത് എഴുതുക എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നൗ ടാക്സബിൾ സപ്ലൈക്ക് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? എക്സംപ്റ്റഡ് അല്ലാത്ത എല്ലാ സപ്ലൈയും. വാവ്, നോ. ടാക്സബിൾ സപ്ലൈസ് ആർ സപ്ലൈസ്. ഓക്കെ, അതായത് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എയ്തർ നിങ്ങൾ എന്തൊക്കെ വേർഡുകൾ ഉപയോഗിക്കണം? നിങ്ങൾ എന്താ പറയാ, ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ഈസ് ടാക്സബിൾ, ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 3 കാര്യങ്ങൾ വേണം. എന്താണ്? ഗുഡ്സ്, സർവീസസ് ഓർ ബോത്ത്. കാരണം ഗുഡ്സും സർവീസും അല്ലാതെ ബോത്ത് ആയിട്ടും കൊടുക്കേ. AC പ്ലസ് റിപ്പയർ ആണ്, AC പ്ലസ് ഇൻസ്റ്റാളേഷൻ ആണ് വരിക. എയർ കണ്ടീഷണർ ഗുഡ്സും ഇൻസ്റ്റാളേഷൻ സർവീസും ആണ്. സോ ഗുഡ്സ്, സർവീസ് ഓർ ബോത്ത്. ഓക്കെ, വിച്ച് ഈസ് ലെവീഡ് ടു ടാക്സ്. അതാണ് എന്ത്? ടാക്സബിൾ സപ്ലൈ. ഓക്കെ, ഗുഡ്സ്, സർവീസ് ഓർ ബോത്ത് ലെവീഡ് ടു ടാക്സ് അണ്ടർ GST. അണ്ടർ GST വേണം, വേണ്ടേ? വേറെ ഏതെങ്കിലും ലോ ആയിട്ട് കാര്യമുണ്ടോ? അണ്ടർ GST ഈസ് കോൾഡ് ടാക്സബിൾ സപ്ലൈ. ഗുഡ്സ്, സർവീസസ് ഓർ ബോത്ത് ലെവീഡ് ടു ടാക്സ് അണ്ടർ GST ഈസ് കോൾഡ് ആസ് ടാക്സബിൾ സപ്ലൈ. സെക്ഷൻ വേണോ? സെക്ഷൻ വേണോ വേണ്ടയോ? ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, വേണമെങ്കിൽ തരാം. ഇറ്റ് ഈസ് 2 subsection 108. സെക്ഷൻ 2 subsection 108. ഇറ്റ് ഈസ് 2 subsection 108. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? എന്താ ജസീലെ, ഒരു 3 വട്ടം ഞാൻ പറഞ്ഞു. ലെവീഡ് ടു ടാക്സ് അണ്ടർ GST. ലെവീഡ് എന്ന് പറഞ്ഞാൽ ചുമത്തുക. GSTയിൽ ടാക്സ് ചുമത്തിയ ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആണ് എന്ത്? ടാക്സബിൾ സപ്ലൈ. രണ്ടെന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈ. ഞാൻ വാട്ട് ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഷെഡ്യൂൾ 3. എനി സപ്ലൈ വിച്ച് ഈസ് ഗിവൺ ഇൻ ഷെഡ്യൂൾ 3 എന്നാണ് പറഞ്ഞത് അല്ലെ? അതായിരുന്നു ഇന്നലത്തെ പറഞ്ഞത് അല്ല. ഓക്കെ, നൗ ഷെഡ്യൂൾ 3 എന്താ? ഇറ്റ് ഈസ് നെഗറ്റീവ് ലിസ്റ്റ്. അതൊക്കെ നമുക്ക് വരാം. ഷെഡ്യൂൾ 3 ഈസ് നെഗറ്റീവ് ലിസ്റ്റ്. ആ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഒരു ഭാഗമാണ്. ഷെഡ്യൂൾ 3 എന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഒരു ഭാഗമാണ്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ സോണ, അംന, നിത ഈ ക്ലാസ് റൂമിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ ക്ലാസ് റൂം അല്ല ഈ 3 പേരും. മനസ്സിലായോ? അതായത് ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. പക്ഷെ അത് ആ എക്സംപ്റ്റഡ് സപ്ലൈയിലെ ഒരു 2-3 ഐറ്റം ആണ്. അതിൽ ഇള്ളിയും വേറെ കുറെ സാധനങ്ങളുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ,
സോ അതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? എക്സംപ്റ്റഡ് സപ്ലൈ. ഇനി വേറൊന്ന് പറയാം, ഞാൻ സെക്ഷൻസ് പറയുമ്പോ ആക്ടിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് CGST ആക്ട്. ഞാൻ പറഞ്ഞു there are കുറെ ആക്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ സെക്ഷൻസ് ആണ് തരുന്നതെങ്കിൽ that it means that it is CGST Act of 2017. സ്പെസിഫിക് ആയിട്ട് വേറെ ആക്ട് എന്ന് വരുമ്പോൾ ഞാൻ പറയും ഇറ്റ് ഈസ് ദിസ് ആക്ട്. ഓക്കെ, സോ അധിക സെക്ഷൻസും വരുന്നത് എവിടുന്നായിരിക്കും? CGST Act of 2017 ആയിരിക്കും. IGST ആക്ട് വരുമ്പോൾ ഞാൻ പറയും. ഓക്കെ, അഡീഷണൽ സെക്ഷൻസ് എവിടുന്നാ വരിക? CGST IGST എന്ന് മാത്രമേ വരുള്ളൂ. IGST ആക്ടിന്റെ സെക്ഷൻസ് വരുമ്പോൾ ഞാൻ പറയും. അത് കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. ഓക്കെ, നൗ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 അപ്പൊ ഏത് ആക്ട് ആണ്? CGST ആക്ട് ആണ്. ഓക്കെ, നൗ എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ? ഓക്കെ, എഴുതുക. ഗുഡ് സർവീസ് ഓർ ബോത്ത് which attracts nil rate of tax, which attracts nil rate of tax or wholly exempted from levying GST, or wholly exempted from tax, is called as exempted supply. Now നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. Now ഇവിടെ നോക്കുക, വാട്ട് ഈസ് ടാക്സബിൾ സപ്ലൈ? എന്തായിരുന്നു? ഇറ്റ് ഹാസ് എ റേറ്റ് അല്ലെ? ടാക്സബിൾ സപ്ലൈ ഹാസ് എ റേറ്റ്. ആ റേറ്റ് 0 ആവാം, 5 ആവാം, എന്തും ആവാം. Okay, exempted supply is something which has nil rate. Nil rate means there is no rate. അതിനർത്ഥം എന്താ? It is there which is not taxable. Okay, 0% nil rate ഒന്നല്ല. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് there is a rate. ആ റേറ്റ് 0ആണ്. എന്താ ഡിഫറൻസ്? നിൽ റേറ്റഡ് സപ്ലൈനെ ഒരിക്കലും നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റൂല. ബട്ട് സീറോ റേറ്റഡ് സപ്ലൈയുടെ ടാക്സ് വർദ്ധിപ്പിക്കാം. 0 നിന്ന് 1 ആക്കാം, 3 ആക്കാം ഗവൺമെന്റ്. നിൽ റേറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംഷൻ, ഇറ്റ് കനോട്ട് ബി ലിഫ്റ്റഡ് ടു ടാക്സ്. ക്ലിയർ ആണോ? അതാണ് ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാവണം. പലവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. അതായത് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? എക്സ്പോർട്ട് പറയുന്ന സമയത്ത് നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറയും. നിൽ റേറ്റഡ് സപ്ലൈ ആൻഡ് സീറോ റേറ്റഡ് സപ്ലൈ ആർ 2 ഡിഫറെന്റ് തിങ്സ്. നിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ there is no rate of tax, exempted. സീറോ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നാളെ GST ഡിപ്പാർട്ട്മെന്റ് തോന്നുകയാണ് ഇതിന് 5% ഇടണം എന്ന് വിചാരിച്ചാൽ they can lift from 0% to 5%. ക്ലിയർ ആണോ? അതാണ് എന്ത്? എക്സംപ്റ്റഡ് സപ്ലൈ. ആൻഡ് the third one is non-taxable supply. Non-taxable supply. Non-taxable supply. Section 2 subsection 78. Section 2 subsection 78. Section 2 subsection 78. Okay. In the non-taxable supply, non-taxable supply is goods, services or both not levied to tax under GST. അതായത് ടാക്സബിൾ സപ്ലൈ എന്താ? ലെവി ചെയ്തതാണ്. നോൺ ടാക്സബിൾ സപ്ലൈ ലെവി ഇല്ല. അതായത് GSTയുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ലാത്ത സപ്ലൈകളെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. സോ ഇത് GST ആണെങ്കിൽ, ഇത് GSTയുടെ ആക്ട് ആണെങ്കിൽ, ഈ ആക്ടിലേക്ക് പ്രവേശനം ഉള്ളിലേക്ക് വന്നവരാരൊക്കെയാണ്? എക്സംപ്റ്റഡ് സപ്ലൈ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് എന്താണ്? ഞാൻ സ്കാനർ തന്നാൽ അല്ല, ഇങ്ങോട്ട് വിടുന്നത്. ഓക്കെ, exempted supply. ഓക്കെ, exempted സപ്ലൈ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ടാക്സബിൾ സപ്ലൈ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നൗ സീറോ റേറ്റഡ് സപ്ലൈയും ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. സീറോ റേറ്റഡ് നമ്മൾ എടുക്കും. പക്ഷെ ഇതിന് പുറത്ത് നിൽക്കുന്ന ആളാര്?
നോൺ ടാക്സബിൾ സപ്ലൈ. അതായത് ഇത് ജി എസ് ടിയിലേക്ക് വന്നിട്ടേ അല്ല. ഓക്കെ, സോ അത്തരത്തിലുള്ള സപ്ലൈ ഏതായിരിക്കും? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, പെട്രോളിയം പ്രോഡക്ട്സ്, ഇവയൊന്നും എന്തില്ല, ജി എസ് ടിയുടെ ഉള്ളിലേക്ക്, ജി എസ് ടിയുടെ ലെവിയിലേക്ക് വന്നിട്ട് പോലുമില്ല. ക്ലിയർ ആണോ? എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത്? സോ നോൺ ടാക്സബിൾ സപ്ലൈയുടെ ഡെഫിനേഷൻ എഴുതിയോ? ഇനി നോൺ ടാക്സബിൾ സപ്ലൈ, അടിയിൽ നോട്ട് നിട്ടിട്ട്, അടിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ എവിടെയെങ്കിലും നോട്ട് നിട്ടിട്ട്, നോട്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ നോട്ട് എഴുതുക, നോട്ട് ഇടുക, എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് നമ്മൾ. നോൺ ടാക്സബിൾ സപ്ലൈക്ക് 2 ഡിവിഷൻ കൊടുക്കുക. ഓക്കെ, ഈ നോൺ ടാക്സബിൾ സപ്ലൈന്റെ ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അല്ലെ? നൗ ദിസ് ഈസ് പെർമനന്റ്ലി ഔട്ട് ഓഫ് ജി എസ് ടി. അതായത് എന്താ, ജി എസ് ടി എന്ന് പറയുന്ന ആക്ടിന്റെ പുറത്ത് നിൽക്കുന്നതാണ് ഏത്? അതായത് കാലാകാലം ഒരു കാലത്തും ജി എസ് ടി ആക്ടിന്റെ ഉള്ളിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള സാധനമാണ് ഏത്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതായത് മദ്യത്തിനെ ഒരിക്കലും ജി എസ് ടിയിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ രണ്ടാമത്തെ സൈഡ് ഏതാണ്? പെട്രോളിയം പ്രോഡക്ട്സ്. നൗ ഇറ്റ് ഈസ് ജസ്റ്റ് ടെമ്പറർലി ഔട്ട് ഓഫ് ജി എസ് ടി. ടെമ്പറർലി ഔട്ട് ഓഫ് ജി എസ് ടി. ക്ലിയർ ആണോ? ഏത് സമയത്തും ഗവൺമെന്റിന് വേണമെങ്കിൽ ജി എസ് ടിയുടെ ഉള്ളിലേക്ക് പെട്രോളിയം പ്രോഡക്ട്സിനെ കൊണ്ടുവരാം. ഓക്കെ, സെറ്റ്. എപ്പോരെ
ക്ലിയർ ആണോ? സോ എവിടെത്തി? ടാക്സ് നോൺ ടാക്സബിൾ സപ്ലൈ നമ്മൾ എഴുതിയോ? നെക്സ്റ്റ് വൺ ഈസ് സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ. ഓക്കെ, ഞാൻ എന്തായിരിക്കും സീറോ റേറ്റഡ് സപ്ലൈ? നൗ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൺലി ഫോർ എക്സ്പോർട്സ്. ഇമ്പോർട്ട് ഇല്ല. ഇന്നലെ ഞങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൺലി ഫോർ എക്സ്പോർട്സ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ദർ ഈസ് സംതിങ് വിച്ച് ഈസ് കോൾഡ് ആസ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് സംതിങ് വിച്ച് ഈസ് കോൾഡ് ആസ് കസ്റ്റംസ് ഡ്യൂട്ടി. അതാണ് വരിക. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് 0%. സോ എന്ത് ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറിയാലും ടാക്സ് എത്രയാ? 0%. സോ ദാറ്റ് ഈസ് സീറോ റേറ്റഡ് സപ്ലൈ. ഉണ്ട്, അതിന് പുറത്തുണ്ട്. ബട്ട് GST എഫക്ട് ചെയ്യുന്നത് എത്രയാ? 0% ആണ്. ഞാൻ എഴുതുക സെക്ഷൻ 16 ഓഫ് IGST ആക്ട്. സെക്ഷൻ 16 ഓഫ് IGST ആക്ട് 16.
ഓക്കെ. നൗ അതിൽ സബ് ഡിവിഷൻസ് കൊടുക്കാം. ഇറ്റ് ഈസ് ടാക്സ് റേറ്റ് ഓഫ് എക്സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ്. എന്താണ്? ഇറ്റ് ഈസ് എ ടാക്സ് റേറ്റ് ഓഫ് എന്താണ്? എക്സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ്. നൗ എന്താണ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ്? എന്താണ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ്? നോ, സ്പെഷ്യൽ എക്കണോമിക് അത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും മാരിടൈം എക്കണോമിക് സോൺ. സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഫോ പാർക്ക്, സൈബർ പാർക്സ് എന്നൊക്കെ പറയാം. സോ ആ പാർക്കുകളുടെ ഉള്ളിലുള്ള സാധാ പാർക്ക് അല്ല കേട്ടോ, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്. സോ അവിടെയൊക്കെ എന്താണ്? അവരെ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യൂല. ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സ്ഥലം പോലെയാണ് അവർ ആ സ്ഥലത്തിനെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് സച്ച് ലൊക്കാലിറ്റീസ് ആർ കോൾഡ് ആസ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ്. ക്ലിയർ ആണോ? അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ എക്സ്പോർട്ടോ ചെയ്യുമ്പോൾ വരുന്ന സപ്ലൈ ഏതാണ്? ഇറ്റ് ഈസ് സീറോ റേറ്റഡ് സപ്ലൈ ആൻഡ് ദ ടാക്സ് റേറ്റ് ഈസ് സീറോ. ഓക്കെ, ക്ലിയർ ആണോ? ഇമ്പോർട്ട് പെടില്ല കേട്ടോ, ഇമ്പോർട്ട് അതിൽ കൊണ്ടുവരരുത്, ഇമ്പോർട്ട് അതിൽ പെടില്ല. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഞാൻ എഴുതുക ടാക്സ് സ്ട്രക്ചർ. നെക്സ്റ്റ് എന്താ? ടാക്സ് സ്ട്രക്ചർ. അത് കഴിഞ്ഞു. ടാക്സ് സ്ട്രക്ചർ, ടാക്സ് സ്ട്രക്ചർ. ഓക്കെ, ടാക്സ് സ്ട്രക്ചർ. ഓക്കെ, ഒരു ഫുൾ പേജ് എടുക്കുക, ഒരു ഫുൾ പേജ് എടുക്കുക. എനിയുടെ ഫുൾ പേജ്, ഹാഫ് പേജ് ഒന്നും വേണ്ട, ഫുൾ പേജ്. ഒരു ഫുൾ പേജ് എടുക്കുക, മുകളിൽ ഹെഡിങ് ടാക്സ് സ്ട്രക്ചർ എന്ന് കൊടുക്കുക. ആൻഡ് വാട്ട് ഇറ്റ് ഈസ്, എങ്ങനെയാണ് ഈ ടാക്സ് പേ ചെയ്യുന്നത്, ടാക്സ്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടാക്സ് സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് എന്ത് പ്രൊഡക്റ്റ് എടുക്കാം? ഒരു പ്രൊഡക്റ്റിന്റെ പേര് നിങ്ങൾ പറയാം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നമുക്കൊക്കെ അധികവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. നമുക്ക് ഡ്രസ് എടുക്കാം. ഓക്കെ, ഡ്രസ്സിന്റെ എടുക്കാം. ഓക്കെ, ടാക്സ് പെർസെന്റേജ് നമ്മൾ അസ്യൂം ചെയ്യുന്നു 12% അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അസംഷൻ, അത് അതിന്റെ ടാക്സ് റേറ്റ് അല്ല. ഇറ്റ്സ് ആൻ അസംഷൻ ദാറ്റ് ഡ്രസ്സിന്റെ ടാക്സ് റേറ്റ് 12%. ഓക്കെ, നൗ മുകളിൽ എഴുതുക പ്രോഡക്റ്റ് എന്താ? ഡ്രസ്. ഓക്കെ, ആൻഡ് അസ്യൂംഡ് ടാക്സ് റേറ്റ് എത്രയാ? 12%. ഓക്കെ, ക്ലിയർ ആണോ? അസ്യൂംഡ് ടാക്സ് റേറ്റ് ഈസ് 12%. ക്ലിയർ ആണോ? തുടങ്ങാം. ഓക്കെ, നൗ ഒരു ഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് പ്രോസസ് എന്തായിരിക്കും? അതിനുള്ള മാനുഫാക്ചറിങ് ആണ്. അതിന് നമ്മൾ തുണി മേടിക്കണം, ഇതൊക്കെയാണല്ലോ ഫസ്റ്റ്. നൗ ഫസ്റ്റ് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാ തുടങ്ങുന്നത്? വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ മാനുഫാക്ചറർ. എവിടുന്ന? മാനുഫാക്ചറർ. ഓക്കെ, മാനുഫാക്ചറർ, സ്റ്റാർട്ടിങ് ഫ്രം ദ മാനുഫാക്ചറർ. നൗ മാനുഫാക്ചറർ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണ്ടേ? ഈ ഷർട്ടിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമല്ലോ ഈ മാനുഫാക്ചറർ. നൗ എന്താണ് റോ മെറ്റീരിയൽസ്? തുണി. ഓക്കെ, ഈ തുണിക്ക് എന്താ നമ്മൾ പറയാ? ക്ലോത്ത് എന്നല്ലേ പറയാ. സോ റോ മെറ്റീരിയൽ ഈസ് ക്ലോത്ത്. ഓക്കെ, റോ മെറ്റീരിയൽ ഈസ് ക്ലോത്ത്. നൗ ഇതിനൊരു ടാക്സ് വാല്യൂ, ടാക്സബിൾ വാല്യൂ ഉണ്ടാവുമല്ലോ. അതായത് 1000 രൂപയുടെ റോ മെറ്റീരിയൽ ഇയാള് പർച്ചേസ് ചെയ്യാണ്. സോ ഈ റോ മെറ്റീരിയലിനും അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരുമല്ലോ. നൗ അതിൽ വരുന്ന ടാക്സ് എത്രയാണ്? ഇറ്റ് ഈസ്, ഞാൻ പറയാം, എല്ലാത്തിനും 12%ഓ എന്തെങ്കിലും എടുക്കാം നമുക്ക്. ഓക്കെ, സോ ദർ ഈസ് 120 റുപ്പീസ് അല്ലെ? 1000ന്റെ 12%, ഇറ്റ് ഈസ് 120 രൂപ. ടോട്ടൽ എത്രയാ? 1120 രൂപയാണ്. ഇതാണല്ലോ റോ മെറ്റീരിയൽ. ഫൈൻ, മനസ്സിലായല്ലോ? നൗ ഇത് ഇയാൾ പർച്ചേസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യും. ഓക്കെ, നൗ ഇയാൾ ഇവിടെ ഒരു ടാക്സ് പേ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, പർച്ചേസിന് നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ പേരാണ്, ശ്രദ്ധിക്കുക നിങ്ങൾ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. പർച്ചേസിന് നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ പേരാണ്
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അഥവാ ഇത് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണല്ലോ. ഓക്കെ, ഇത് എന്താണ്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നൗ ഈ റോ മെറ്റീരിയൽ കൊണ്ട് അയാൾ എന്തുണ്ടാക്കുകയാണ്? അയാള് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇനി ഡ്രസ് അയാൾ സെയിൽ ചെയ്യുന്ന എത്ര രൂപയ്ക്കാ? 2000 രൂപയ്ക്കാണ് ഇയാള് ഇത് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ടാക്സബിൾ വാല്യൂ. സോ അതിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 240 rupees ആണ്. ഓക്കെ, ആൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? 2240 rupees ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഇയാള് ഈ GST റിട്ടേൺ ഫയൽ ചെയ്യണല്ലോ, GST ഫയൽ ചെയ്യണല്ലോ. സോ ഇയാൾ ഇനി GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ സമീപിക്കുകയാണ്? He is approaching a CA or CS or CMA. ഓക്കെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കമ്പനി സെക്രട്ടറി ഓർ CMA സമീപിക്കുകയാണ്. സോ അയാൾ എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ സെയിൽ എത്രയാണ്? ടാക്സബിൾ വാല്യൂ ഈസ് 2000 rupees അല്ലെ? 2000 രൂപയ്ക്കാണല്ലോ ഇവർ വിൽക്കുന്നത്. അതിൽ വരുന്ന ടാക്സ് ഈസ് 240 rupees. ഓക്കെ, ആൻഡ് ടോട്ടൽ വാല്യൂ ഈസ് 2240 rupees അല്ലെ? അയാൾ പറയാണ് ഗവൺമെന്റിനോട് ഈ വ്യക്തി നടത്തിയ സെയിൽ എന്ന് പറയുന്നത് 2000 rupees-നാണ്, 240 rupees ആണ് അതിന് ടാക്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്, ഇവര് അടുത്ത ആളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2240 rupees ആണ് ടോട്ടൽ വാല്യൂ. അയാൾ അതിന്റെ ഒപ്പം തന്നെ പറയണ്ട് അതിന് അയാൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നത് 1000 രൂപയുടെ മെറ്റീരിയൽസ് ആണ്. 120 രൂപ അയാള് മറ്റേ ആൾക്ക് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ടോട്ടലി ഇറ്റ് ഈസ് 1120. ഇതും ക്ലിയർ ആണല്ലോ. സോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയാണ് ഈ മാനുഫാക്ചറർ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 രൂപയും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപയുമാണ് ഈടാക്കിയിട്ടുള്ളത്. നൗ ഈ 120 rupees ഈ മാനുഫാക്ചറർ ഇയാൾക്ക് ക്ലോത്ത് സപ്ലൈ ചെയ്ത ആൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ? ആ വ്യക്തി അത് ഗവൺമെന്റിന് അടച്ചിട്ടുണ്ടാവില്ലേ? ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് റീഫണ്ട് ഈസ് കോൾഡ് ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് നമ്മളുടെ എവിടെ വന്ന് കിടക്കുന്നുണ്ടാവും? GST അക്കൗണ്ടിൽ വന്ന്, കാശായിട്ട് കിട്ടില്ല, GST അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ടാവും. സോ ഈ 120 രൂപ ഓൾറെഡി നമ്മളുടെ GST അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ടല്ലോ. സോ ബാക്കി ഇനി നമ്മൾ എത്ര അടച്ചാൽ മതി? 120 rupees ടാക്സ് അടച്ചാൽ പോരെ? ക്ലിയർ ആണോ? സിസ്റ്റം മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ്. ഇത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അടച്ചു, ഇത് ക്യാഷ് ആയിട്ട് നമ്മൾ അടച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒരു വട്ടം കൂടി. അതായത് 1000 രൂപയ്ക്കാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. ആ പർച്ചേസ് ചെയ്യണയിൽ 120 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ടാക്സ് കൊടുക്കുന്നത് ആർക്കാ? ഇത് സപ്ലൈ ചെയ്ത ആൾക്കാർ. നിങ്ങൾ ബിസ്ക്കറ്റ് പാക്കറ്റ് മേടിക്കുമ്പോ നിങ്ങൾ 15 രൂപ എന്ന് പറയുമ്പോൾ 15 രൂപയുടെ അടുത്ത് കൊടുക്കല്ലേ ചെയ്യണത്. അതിൽ എത്രയാ ടാക്സ്, എത്രയാണ് ബിസ്ക്കറ്റിന്റെ വില എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ? സോ ആർക്കാ നിങ്ങൾ കൊടുക്കുന്നത്? കടക്കാരനാണ് കൊടുക്കുന്നത്. ആ കടക്കാരനാണ് ഗവൺമെന്റിന് ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? സോ അത് മേടിച്ചിട്ട് 2000 രൂപയ്ക്കാണ് വെക്കുന്നത്. സോ 2000 രൂപയ്ക്ക് വെക്കുമ്പോൾ 240 രൂപ ടാക്സ് ഉണ്ട്. ഇത് ഓൾറെഡി ആ കടക്കാരൻ ഗവൺമെന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇനി ബാലൻസ് ഇനി എത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടുള്ളൂ? ബാക്കി 120. ഈ സെയിലിൽ 240 രൂപ ടാക്സ് വരുന്നുണ്ട്. 120 ആ കടക്കാരൻ ഇട്ട് കൊടുത്തു. ബാക്കി 120 നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്താൽ മതി ഗവൺമെന്റിന്. കുട്ടിയെ 2000 × 12% 240. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ അസ്യൂംഡ് ടാക്സ് റേറ്റ് ഈസ് 12% എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? പെർഫെക്റ്റ്ലി ക്ലിയർ ആണോ? അടുത്ത സ്റ്റേജ് പോവാൻ പറ്റുമോ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജില് ഈ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നത് ആരാ? ഹോൾസെയിലേഴ്സ് ആണ് അല്ലെ? അതായത് മൊത്തമായിട്ട് കടയിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. നൗ ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ആസ് ഹോൾസെയിലേഴ്സ്. ഈ ഹോൾസെയിലേഴ്സ് ആരെടുന്ന സാധനം മേടിക്കുന്നത്? മാനുഫാക്ചറുടെ കയ്യിലാണ് സാധനം മേടിക്കുന്നത്. നൗ അപ്പൊ പർച്ചേസ് എത്രയാ? ഇവര് ഡ്രസ് പർച്ചേസ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാ? 2000 രൂപയ്ക്കല്ലേ? ഇയാള് 2000 രൂപയ്ക്കാ വെക്കണമെങ്കിൽ ഇയാൾ പർച്ചേസ് ചെയ്യുന്നത് 2000 രൂപയ്ക്കാവില്ലേ? 2000
ടാക്സ് എത്ര ഇവര് പേ ചെയ്തിട്ടുള്ള ടാക്സ് 240 രൂപ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ? സോ 240 ആൻഡ് ടോട്ടൽ ഈസ് 2240. അതായത് മാനുഫാക്ചററുടെ കയ്യിലേക്ക് ഹോൾസെയിലേഴ്സ് 240 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്. നൗ ഇയാളിത് സെല്ല് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ 3000 രൂപയ്ക്കാന്ന് വിചാരിക്കാം. ഓക്കെ, നൗ ടാക്സ് എന്താ? 3000 × 12% 360 ആണ്. സോ 3360 രൂപ വരും ഇവിടെ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ ഹോൾസെയിലർ ആരടുത്തേക്ക് ചെല്ലുകയാണ്? അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CS ഓർ CMAയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിന്? അവരുടെ GST ഫയൽ ചെയ്യാൻ. നൗ ഇയാൾ എന്താ കാണിക്കുന്നത്? അയാൾ നടത്തിയ സെയില് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനോട് പറയാണ് അയാൾ നടത്തിയ സെയില് 3000 രൂപയുടെ സെയിലാണ്. അതിന്റെ ടാക്സ് എന്ന് പറയുന്നത് 360 ആണ്. ടോട്ടൽ വാല്യൂ 3360 ആണ്. ക്ലിയർ ആണോ? നൗ ഇതിലേക്ക് അയാൾ നടത്തിയ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് അയാൾ എത്ര പറയണത്? 2000 രൂപയുടെ പർച്ചേസ് ആണ് നടത്തിയത്. അതിൽ 240 രൂപ ഓൾറെഡി ഞങ്ങൾ മാനുഫാക്ചറിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ 240 ഓൾറെഡി ഗവൺമെന്റിന്റെ കയ്യിലാണ് കിടക്കുന്നത്. സോ ബാക്കി വരുന്ന 120 രൂപയെ ഞങ്ങൾ അടയ്ക്കൂ. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് പേയ്മെന്റ് ഇൻ ക്യാഷ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇത് കഴിഞ്ഞാൽ പ്രോബ്ലം ആട്ടോ. ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് ആരാ വാങ്ങുക? റീറ്റെയിലേഴ്സ് വാങ്ങും. ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് എത്ര രൂപയ്ക്കായിരിക്കും ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക? 3000 രൂപയ്ക്കായിരിക്കും. സോ ഡ്രസ്സാണ് വാങ്ങുന്നത്. പിന്നെ മാനുഫാക്ചർ നടക്കുന്നുണ്ടോ? 3000 രൂപയ്ക്ക് വാങ്ങുന്നു. ടാക്സ് അടച്ചിരിക്കുന്നത് 360 രൂപയാണ് ഹോൾസെയിലറുടെ അടുത്ത് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 3360. Now next is ഡ്രസ് തന്നെ. ഇത് പർച്ചേസ് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെ? റീറ്റെയിലേഴ്സിന് സെയിൽ ചെയ്യണം. റീറ്റെയിലേഴ്സ് ഇത് സെയിൽ ചെയ്യുന്നത് 5000 രൂപയ്ക്കാണ് വിചാരിക്കുക. അതായത് മാർജിൻ കൂട്ടിയവർ 5000 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. 5000ന്റെ 12% എത്രയാ? 600 രൂപയാണ്. ക്ലിയർ ആണോ? അപ്പൊ 5600 രൂപ ആരെടുത്ത് അവർ മേടിക്കുന്നത്? സാധാ കസ്റ്റമേഴ്സിന്റെയും. നോ ഇവരും ആരടുത്തേക്ക് ചെല്ലുകയാണ്? CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CMA ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയാണ്. എന്തിന്? GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫയൽ ചെയ്യുന്ന സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയാണ് സെയില് എന്ന് പറയുന്നത് 5000 രൂപയാണ് ടാക്സബിൾ വാല്യൂ. ടാക്സ് എന്ന് പറയുന്നത് 600 രൂപയാണ്. ആൻഡ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 5600 രൂപയാണ്. ഓക്കെ, ഇവര് നടത്തിയ പർച്ചേസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അതിന് ഓൾറെഡി 360 രൂപ ആരെടുത്ത് കൊടുത്ത്? ഹോൾസെയിലർ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഹോൾസെയിലർ അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 3360 ആണ് പർച്ചേസ്. ബാക്കി വരുന്ന 240 രൂപ മാത്രമേ ഞങ്ങൾ ക്യാഷ് ആയിട്ട് അടയ്ക്കൂ. സോ ദിസ് ഈസ് പേയ്മെന്റ് ഇൻ ക്യാഷ്. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി റീറ്റെയിലേഴ്സ് ആർക്കാ കൊടുക്കുന്നത്? കസ്റ്റമേഴ്സ് അല്ലേ? റീറ്റെയിലേഴ്സ് ഇത് സെല് ചെയ്യുന്ന ആർക്കാണ്? കസ്റ്റമേഴ്സിനാണ്. കസ്റ്റമേഴ്സ് ഇത് സെല് ചെയ്യുന്നുണ്ടോ? നോ, അവർ ഉപയോഗിക്കുകയാണ്. സോ അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പർച്ചേസ് മാത്രമേ ഉള്ളൂ അല്ലെ? സെയിൽ ഉണ്ടോ? സെയിൽ എന്ന് പറയുന്നതൊക്കെ 0 ആണ്. പർച്ചേസ് എത്രയാ? 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. പിന്നെ 600 രൂപ അതിന് ടാക്സ് അടയ്ക്കുന്നു. ടോട്ടലി 5600 രൂപ. ക്ലിയർ ആണോ? നൗ കസ്റ്റമർ ആളുടെ CA CS CMA ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, എന്റെ അടുത്ത് ഇത്രയും രൂപ ആര് വാങ്ങിയിട്ടുണ്ട്? റീറ്റെയിലർ വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് തിരിച്ചു കിട്ടുമോ? ഓക്കെ, നൗ CA CS CMA ഫ്രണ്ട് പറയാണ് യു ഡോണ്ട് ഹാവ് എ GST നമ്പർ. എന്താണ്? കസ്റ്റമർക്ക് GST നമ്പർ ഇല്ല.
അതുകൂടാതെ നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യാനാണ് മേടിച്ചിട്ടുള്ളത്. സോ യു വോണ്ട് ഗെറ്റ് എ റീഫണ്ട്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അപ്പൊ എന്താണ്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ അത് വിൽക്കാനാണോ ഉപയോഗിക്കുന്നത്, ദെൻ യു വിൽ ഗെറ്റ് എ റീഫണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ക്രെഡിറ്റ്. അല്ലാത്ത പക്ഷം യു ആർ നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ക്രെഡിറ്റ്. സോ അറ്റ് ലാസ്റ്റ് ഈ മൊത്ത ടാക്സ് മാർക്കാ വരുന്നത് കൺസ്യൂമറിനാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 360 പ്ലസ് 240, ഈ 600 റുപ്പീസും എങ്ങനെയാ വരുന്നത്, കൺസ്യൂമറിന്റെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുക ആണ്. ഇതാണ് GSTയുടെ സ്ട്രക്ചർ. ക്ലിയർ ആണോ? എന്നാ അതങ്ങോട്ട് വരച്ചിട്ടോളൂ. ഇതോ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഡ്രസ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ?
അതല്ല എഴുതിയോ?
എഴുതിയോ? ഡൗട്ട് ഉണ്ടോ? സോ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒന്ന്, നമ്മള് വാങ്ങിയ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനല്ലെങ്കിൽ നമുക്ക് എന്തിട്ടില്ല, റീഫണ്ട് അല്ല, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. റീഫണ്ട് ഒന്നും ഉപയോഗിക്കരുത്. എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. ബട്ട്, സോ അതിന്റെ അടിയിൽ ബട്ട് എഴുതുക. എന്താണ്? ബട്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, വായിക്കട്ടെ. സോ നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിലുള്ള ബേസിക് കിട്ടോ. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ നമ്മൾ പഠിക്കും, സെക്ഷൻ 17 സബ്സെക്ഷൻ 5 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പത്തേക്ക് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് വേണ്ടത്? നിങ്ങളൊരു കൺസ്യൂമർ ആണോ? നിങ്ങളൊരു, സോറി, ഐ കാണ്ട് യൂസ് ദ വേർഡ് കൺസ്യൂമർ. നിങ്ങളൊരു കസ്റ്റമർ ആണോ? ഓക്കെ, നിങ്ങളൊരു മിയർ കസ്റ്റമർ ആണോ? ഓക്കെ, നിങ്ങളൊരു മിയർ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? യു ആർ നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഒന്ന്, നിങ്ങൾക്ക് റീസെല്ലിംഗ് അല്ലെങ്കിൽ റീസെല്ലിങ്ങിനല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ബട്ട് ബ്രാക്കറ്റിൽ എന്താണ്? എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ്, എക്സെപ്റ്റ് capital goods and for production. ഇത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത ബേസിക് സംഭവം എന്താണ്? നിങ്ങളിത് കസ്റ്റമർ ആവരുതൊന്ന്. രണ്ട്, നിങ്ങളിത് റീസെല്ലിങ്ങിന് ഉപയോഗിക്കാതിരുന്നാലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. പക്ഷെ റീസെല് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ മേടിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എന്നാ പറയുന്നത്. എന്താണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മളുടെ ഫാക്ടറിയിലേക്ക് നമ്മൾ മെഷീൻ മേടിക്കുകയാണ്. ആ മെഷീൻ നമ്മൾ റീസെല് ചെയ്യാൻ മേടിക്കല്ല, പക്ഷെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ ക്യാപിറ്റൽ ഗുഡ്സ്? എന്താ ക്യാപിറ്റൽ ഗുഡ്സ്? ഈസ് സംതിങ് വിച്ച് ഈസ്, ചുരുക്കം പറയാത്തേ ഉള്ളൂ, ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് സംതിങ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് വേണ്ടത്. നിങ്ങൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു വസ്തു മേടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ? പക്ഷെ നിങ്ങൾ കസ്റ്റമർ ആവാൻ പാടില്ല. അതിനർത്ഥം എന്താ? നിങ്ങള് വീട്ടില് ചിപ്സ് പൊരിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രൈയിങ് പാൻ വാങ്ങിയാലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ ക്യാപിറ്റൽ ഗുഡ്സ് ആർക്കേ കിട്ടുള്ളൂ? കസ്റ്റമർ അല്ലാത്ത എല്ലാവർക്കും ഇൻപുട്ട് കിട്ടും. കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പിച്ചോ, ക്യാപിറ്റൽ ഗുഡ്സ് അല്ല എന്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടില്ല കസ്റ്റമർ ആണെങ്കിൽ. കസ്റ്റമർ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മേടിച്ചാലും നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, ഇപ്പത്തെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, 17 സബ്സെക്ഷൻ 5 വരുമ്പോ അതിൽ ധാരാളം വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പത്തെ മിയർ അണ്ടർസ്റ്റാൻഡിങ്ങിന്, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷനിലാണ് നിൽക്കുന്നത്, അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ഇപ്പത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താ? നമുക്ക് സാധനം വിൽക്കാനാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. പക്ഷേ എന്തായിരിക്കരുത്? നമ്മളൊരു കസ്റ്റമർ ആയിരിക്കരുത്. ക്ലിയർ? ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ കൺസ്യൂമറും കസ്റ്റമറും യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ മീൻസ് സംവൺ ഹു യൂസ് ദ പ്രോഡക്റ്റ്. അതാണ് കൺസ്യൂമർ. കസ്റ്റമർ എന്താ? ഹി ക്യാൻ റീസെൽ. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം, നിങ്ങളല്ല കൺസ്യൂം ചെയ്യുന്നത്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ കസ്റ്റമർ എന്നുള്ള വേർഡ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ വാട്ട് യു വാണ്ട് ഗെറ്റ്, വെദർ യു കൺസ്യൂം ഓർ നോട്ട്, വേറെ ആണ് കൺസ്യൂം ആയോ അല്ലയോ നിങ്ങൾക്ക് കിട്ടൂല. ക്ലിയർ ആണോ? ഓക്കെ, സോ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? നിങ്ങള് ഒരു കസ്റ്റമർ ആണെങ്കിൽ നോക്കിയേ വേണ്ട, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അത് റീസെൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ടാണ് കുറച്ചു ചാപ്റ്ററുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഫാക്ടറിയിലേക്ക്
ഫാക്ടറിയിലേക്ക് ചിലപ്പോ AC വാങ്ങും. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടൂല. കാരണം എന്താന്ന് വെച്ചാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല AC, അവിടുത്തെ സ്റ്റാഫിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് AC. ക്ലിയർ ആണോ? സോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ ലിസ്റ്റ് ചെയ്യും ഇന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ കിട്ടൂല എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? കസ്റ്റമേഴ്സ് ആണോ യു ഡോണ്ട് ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. 2, നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും ബാക്കിയുള്ളവരാണെങ്കിൽ എപ്പോ? നിങ്ങൾ ഒന്നെങ്കിൽ അത് റീസെല് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം. ഓക്കെ, നൗ ഇൻപുട്ട് ടാക്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്സ്. അടുത്ത ഹെഡ് എന്താ? ഇൻപുട്ട് ടാക്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്സ്. ഇൻപുട്ട് ടാക്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്സ്. ഇൻപുട്ട് ടാക്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്സ്. എന്താണ് ഇൻപുട്ട് ടാക്സ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്സ്? അതായത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ കയറ്റുമതി ചെയ്യാൻ പോണത് എന്താണ്? ഡ്രസ്സാണ്. ഇപ്പത്തെ എക്സാമ്പിൾ എടുക്കുക, ഡ്രസ്സാണ്. ഓക്കെ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ നിങ്ങൾക്ക് ഈ ഡൗട്ട് നിങ്ങൾക്ക് വരേണ്ടതാണ്. ഓക്കെ, ഞാൻ പറയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം ഒന്നല്ല. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യാണ് ഡ്രസ്സ്. നിങ്ങൾ റീറ്റെയിലർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഹോൾസെയിലർ ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾ പർച്ചേസ് ചെയ്യാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 12% ടാക്സ് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലുള്ള ആൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ എക്സാമ്പിൾ ഇറ്റ് ഈസ് 240 റുപ്പീസ് എന്ന് വിചാരിക്കുക. 240 രൂപ ടാക്സ് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇതിന്റെ മുകളിലുള്ള മാനുഫാക്ചർ അല്ലെങ്കിൽ ആരാണോ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ടാക്സ് റേറ്റ് ഈസ് 0. ഓർമ്മയുണ്ടോ? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് സീറോ റേറ്റഡ് സപ്ലൈ അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ഇനി ഇത് ഉപയോഗിക്കുക? അതായത് നമ്മൾ എക്സ്പോർട്ട് മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങൾ എക്സ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആ 240 രൂപ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ടിൽ ടാക്സ് വരണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് വരണ്ടേ? എങ്കിലല്ലേ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഔട്ട്പുട്ടിലെ ടാക്സ് 0 ആണ്. എന്ത് ചെയ്യും? ഈ ഫണ്ട് അവിടെ ഇങ്ങനെ പെരുകി വരില്ലേ? ഗവൺമെന്റ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. സകലതും ഡെപ്പോസിറ്റ് ചെയ്യും. ലക്ഷങ്ങളാവും, കോടികളാവും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സോ അതിനാണ് GST ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു പുതിയ സെനാരിയോ കൊണ്ടുവന്നുള്ളൂ. അതായത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് എക്സ്പോർട്ട് ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എത്രയാണ്? 2000 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, 240 രൂപയാണ് നിങ്ങളുടെ ടാക്സ്. ടോട്ടൽ എത്രയാ? 2240 രൂപയാണ്. നിങ്ങൾ സെല്ല് ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണെന്ന് വിചാരിച്ചു. വേറെ കൺട്രിയിലേക്ക് സെല്ല് ചെയ്ത് 10,000 രൂപയ്ക്കാണ്. ടാക്സ് ഉണ്ടോ? ടാക്സ് 0 ആണ്. ടോട്ടൽ വാല്യൂ 10,000. നൗ നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പോയി കാണുകയാണ് ഇത് ഫയൽ ചെയ്യാൻ കാണുന്ന സമയത്ത് ഹി സേസ് നിങ്ങളുടെ സെയിൽ എത്രയാ? 10,000 ആണ് ടാക്സബിൾ വാല്യൂ. ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 0 ആണ്. ടോട്ടൽ വാല്യൂ ഈസ് 10,000. നിങ്ങളുടെ പർച്ചേസിലേക്ക് പോകുമ്പോൾ പർച്ചേസ് എന്താണ് പറയുന്നത്? 2,000 റുപ്പീസ് ആണ്. 240 റുപ്പീസ് ആണ് നിങ്ങൾ പർച്ചേസിന് കൊടുത്തിട്ടുള്ളത്. സോ 2,240 നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നൗ നിങ്ങൾ ചോദിക്കുകയാണ് ഞാൻ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? നൗ ദാറ്റ് ഗൈ സേസ് ദാറ്റ്, അതായത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം GST ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഗിവൺ വൺ റൂൾ. എന്താണ് ആ റൂള്? നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങോട്ട് വരുന്ന ഞാൻ പറയുന്നത്? GST അക്കൗണ്ടിലേക്ക് വരുന്നല്ലേ പറഞ്ഞേ? ഈ അക്കൗണ്ടിൽ ഇപ്പൊ 240 രൂപ കിടക്കുകയാണല്ലോ. വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് റീഫണ്ട്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് അത് പിൻവലിക്കാം. കാരണം നമുക്ക് വേറൊരു പരിപാടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? എക്സ്പോർട്ട് മാത്രം നടക്കുന്ന ഒരാൾക്ക് അത് വേറെ പരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റീഫണ്ട് ഇൻ ക്യാഷ്. റീഫണ്ട് ഇൻ ക്യാഷ്. ക്ലിയർ ആണോ? അല്ലാത്തവരാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എക്സ്പോർട്ട് ആണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ റീഫണ്ട് ഇൻ ക്യാഷ്. ഓക്കെ, റീഫണ്ട് ബാക്കിയുള്ളവർക്കും ക്യാഷ് ആയിട്ട് എടുക്കാം. പക്ഷെ അതിന് കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്. ബട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ആദ്യമേ ആ ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ റീഫണ്ട് ക്യാഷ് ആയിട്ട് വേണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ വേറൊരു കൺസെപ്റ്റ് ഞാൻ പറയാം.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആർക്കൊക്കെ ലഭ്യമാവില്ല? ജനറൽ കൺസെപ്റ്റ്. ആർക്കൊക്കെ ലഭ്യമാവില്ല? നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാവില്ല. നിങ്ങൾ പ്രൊഡക്ഷൻ അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാവില്ല. ഇല്ലല്ലോ. നിങ്ങള് റീസെല്ലിങ്ങിനല്ല യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമാവില്ല. ഒന്നും കൂടി അവർ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇഫ് യു ആർ സെല്ലിംഗ് എക്സംപ്റ്റഡ് ഗുഡ്സ്. എക്സംപ്റ്റഡ് ഗുഡ്സ് അതെങ്ങനെയപ്പാ എക്സംപ്റ്റഡ് ഗുഡ്സ് സെല് ചെയ്യുക? ടാക്സ് ഉള്ള സാധനം മേടിക്കുന്നു എന്നിട്ട് എക്സംപ്റ്റഡ് ഗുഡ്സ് സെല് ചെയ്യുക. അതെങ്ങനെയാ പരിപാടി? ടാക്സ് ഉള്ള സാധനം ഞാൻ മേടിക്കണു എന്നിട്ട് എക്സംപ്റ്റഡ് ഗുഡ്സ് സെല് ചെയ്യുക. അതെന്ത് പരിപാടിയാ? നിങ്ങൾ മേടിച്ച സാധനം തന്നെയല്ലേ നമുക്ക് ടാക്സിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോലി എന്താ? യു ആർ ഡൂയിങ് അഗ്രികൾച്ചർ. എക്സാമ്പിൾ അഗ്രികൾച്ചർ, പാഡി വിളയിക്കുകയാണ്. ഓക്കെ, നൗ ഈ അഗ്രികൾച്ചറൽ ഫാം ലാൻഡിലേക്ക്, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്താണ്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഗുഡ്സ്. അതിൽ തർക്കമില്ലല്ലോ, നമ്മൾ പഠിക്കും. ബട്ട് ഫോർ സേക്ക് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. കൃഷി വിളയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം? ഫെർട്ടിലൈസേഴ്സ് വേണം. ബട്ട് ഫെർട്ടിലൈസേഴ്സ് ആർ ടാക്സ്ഡ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ ടാക്സ്ഡ്. അപ്പൊ നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് മേടിക്കണ്ടേ? ഞാൻ ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത്? അല്ലേ? നിങ്ങളിത് പ്രൊഡക്ഷൻ ആണോ ഉപയോഗിക്കുന്നത്? ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷൻ ആണോ യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് യെസ്. നിങ്ങൾ ഇത് വിളയിക്കണമെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് വേണം. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോർമലി കിട്ടണ്ടേ? പക്ഷെ GST ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, നിങ്ങൾ വിൽക്കുന്നത് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾ വിൽക്കുന്നത് എക്സംപ്റ്റഡ് ക്രൈറ്റീരിയയിലുള്ള ഗുഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾ ഇനി പ്രൊഡക്ഷന് യൂസ് ചെയ്തിട്ടും കാര്യമല്ല, റീസെല്ലിങ്ങിന് യൂസ് ചെയ്തിട്ടും കാര്യമല്ല, യു വോണ്ട് ഗെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ ആണോ? ഈ 4 കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ഞാന് 4 ടൈപ്പ് ഓഫ് ഗുഡ്സുകൾ പഠിപ്പിച്ചു തന്നത്? നോൺ ടാക്സബിൾ, സപ്ലൈ, എക്സംപ്റ്റഡ്. ഇത് തന്നെ ആലോചിക്കുക. ഇത് എക്സ്പോർട്ട് ആണെങ്കിലോ? ഇപ്പൊ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് 0 റേറ്റഡും എക്സംപ്റ്റഡും ഒന്നാണെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുക? എക്സ്പോർട്ട് ആണ് നടത്തുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നു, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ലേ? കിട്ടും. അഗ്രികൾച്ചർ ആണെങ്കിലോ എക്സംപ്റ്റഡ് ആണെങ്കിലോ യു വോണ്ട് ഗെറ്റ് റീഫണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത് വരച്ചു വെക്കുക. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുക? ഓക്കെ, അതായത് ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എപ്പോഴൊക്കെയാണ് കിട്ടാത്തത്? കസ്റ്റമർ ആണെങ്കിൽ കിട്ടില്ല, നിങ്ങൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടില്ല, നിങ്ങൾ റീസെല്ലിങ്ങിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടില്ല, നിങ്ങൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിലും കിട്ടില്ല.
Clear or no? So our first chapter is over. Okay, introduction to GST, it's over. Okay, now second chapter നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേണം, നമ്മൾ എന്താ പറയാ, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അങ്ങനെയല്ലേ പറയാം, സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് എന്നാണ് നമ്മൾ എപ്പോഴും പറയാ. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് സപ്ലൈ. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് അറിയില്ല. സോ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ഈസ് സപ്ലൈ. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? സപ്ലൈ. അതായത് ഈ ഗുഡ്സും സർവീസും എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. സെയിലാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാവും, സെയിൽ ചെയ്യുന്നത് മാത്രമല്ല വേറെ പല കാര്യങ്ങൾ ചെയ്താലും എന്തുണ്ടാവും, അത് സപ്ലൈ ആവും. ഓക്കെ, ക്ലിയർ? ഇപ്പോ ഫോർ എക്സാമ്പിൾ അതിന് ഞാനൊരു കാര്യം പറയണ. നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി, നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഇപ്പൊ എവിടെ നോക്കിയാലും അതാണ് അല്ലെ, തുടങ്ങി നിങ്ങൾ ക്യാഷിലിരിക്കുക, നിങ്ങൾ അതിന്റെ ഓണറാണ്, ക്യാഷിലിരിക്കുക. ക്യാഷിലിരിക്കുമ്പോൾ ചുറ്റും നിങ്ങൾ എന്താ, മിഠായികളാ, കൗണ്ടറിന്റെ അവിടെ ആയിരിക്കും മിഠായികൾ കൂടുതൽ. മിഠായികൾ ഇങ്ങനെ, കാരണം ചില്ലറ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് മിഠായികൾ ഇരിക്കുക, ബൗണ്ടി ഇരിക്കുന്നുണ്ട്, കാഡ്ബറീസ്, ഡയറി മിൽക്ക്, ഗാലക്സി തുടങ്ങിയ എല്ലാ മിഠായികളും ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്, കഴിക്കാൻ തോന്നും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി നിങ്ങൾ ഓരോ മിഠായി എടുത്തിട്ട് എന്ത് ചെയ്യും, കഴിക്കും. കാഡ്ബറീസ് കഴിക്കും, 80 രൂപയുടെ ഫ്രൂട്ട് അങ്ങട്ട് ഡെയിലി നിങ്ങൾ കഴിക്കാന്ന് വിചാരിക്കുക. 30 ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര ഗുഡ്സ് പോയി? 30 × 80 2400 ഗുഡ്സ്, രൂപയുടെ ഗുഡ്സ് നിങ്ങൾ എന്തായി, സെയിൽ ചെയ്തിട്ടില്ല. ഓക്കെ, സെയിൽ ചെയ്തിട്ടില്ല, കൺസ്യൂം ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ അത്? നൗ സപ്ലൈയിൽ പറയണത് ഒരു ഐറ്റം എന്താണ്, നിങ്ങൾ സെയിൽ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഗുഡ്സ് നിങ്ങൾ കൺസ്യൂം ചെയ്താലും ഇറ്റ് ഈസ് എ സപ്ലൈ. എങ്ങനെയാ, എന്തുകൊണ്ടാണ് അവരത് പറയാൻ കാരണം? നിങ്ങൾ ഈ ഗുഡ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടില്ലേ മേടിച്ചപ്പോ, എന്നിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾ സെല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ചുരുക്കത്ര മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ കള്ള ബില്ല് വെച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ കഴിച്ചു എന്നാണോ പറയണത്? അല്ലെ, ഇവിടുത്തെ 10 സ്റ്റോക്ക് ഉണ്ട്, 10 എണ്ണം നിങ്ങൾ വിറ്റു, എന്നിട്ട് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് പറയാണ് 10 എണ്ണം ഞാൻ കൺസ്യൂം ചെയ്തതാ. സെയിലാണെങ്കിലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, സെയിലാണെങ്കിലല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് ടാക്സ് മേടിക്കുള്ളൂ. ഞാൻ 10 എണ്ണം കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ കടയിലും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്നാള് കൺസ്യൂം ചെയ്തു, ഇന്നാള് കൺസ്യൂം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയണത്? സപ്ലൈ എന്ന് വെച്ചാൽ നിങ്ങൾ കൺസ്യൂം ചെയ്താലും അത് സപ്ലൈ ആവും. സോ അതിനും നിങ്ങൾ ടാക്സ് കെട്ടണം. ക്ലിയർ ആണോ? അൺലെസ് യു ആർ എ കസ്റ്റമർ. ബിസിനസ് ഓണർ കഴിക്കുന്നത്, ബിസിനസ് ഓണർ ഈസ് നോട്ട് എ കസ്റ്റമർ. ഓക്കെ, ബിസിനസ് ഓണർ കഴിക്കുന്നത് ഇറ്റ് ഈസ് ഹിസ് കൺസംഷൻ. അത് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് കഴിക്കലാണ്. വിറ്റിട്ടുണ്ടോ? ബിസിനസ് ഓണർ കസ്റ്റമർക്ക് വിറ്റിട്ട് കസ്റ്റമർ അത് കൺസ്യൂം ചെയ്താൽ കസ്റ്റമറിന് ടാക്സ് കൊടുക്കണ്ട, മീൻസ് കസ്റ്റമറിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. പക്ഷേ ബിസിനസ് ഓണർ ആണ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ സപ്ലൈയിൽ അതൊക്കെ പെടും. സോ സപ്ലൈ എന്ന് പറയുന്നത് മിയർലി സെയിൽസ് മാത്രം അല്ല. സോ സപ്ലൈനെ കുറിച്ചിട്ട് പറയുന്നത് സെക്ഷൻ 7 ഓഫ് ദി CGST ആക്ട് ആണ്. ഓക്കെ, വലിയ പേജ് എടുക്കുക, വലിയ പേജ്, 2 പുറമുള്ള പേജ് കിട്ടുകയാണെങ്കിൽ 2 പുറമുള്ള പേജ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഐശ്വര്യമായിട്ട് സപ്ലൈ എഴുതുക. കാരണം ഒരുപാടുണ്ട്, പറ്റുമോ നോക്ക്. കാരണം ഇതിൽ പല സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1, 7 സബ്സെക്ഷൻ 1A, 7 സബ്സെക്ഷൻ 1AA, 7 സബ്സെക്ഷൻ 1BC, 7 സബ്സെക്ഷൻ 1 ക്യാപിറ്റൽ A, 7 സബ്സെക്ഷൻ 2, 7 സബ്സെക്ഷൻ 3, ഇത്രയുണ്ട്. ഓക്കെ, എങ്ങനെ എഴുതിയാലും മതി, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചാർട്ടായിട്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2 പേജുകൾ എടുക്കുക, മുകളിൽ സപ്ലൈ എഴുതുക. ഇങ്ങനത്തെ 2 പേജുകൾ എടുക്കുക, എന്നിട്ട് മുകളിൽ സപ്ലൈ എഴുതുക. ചാർട്ടായിട്ട് വരയ്ക്കാനാണ്.
ബോർഡുമ്പോ വരച്ച അങ്ങക്ക് എത്ര സ്പേസ് വേണമെന്നൊന്നും പിന്നെ അവിടെ തെറ്റി കഴിഞ്ഞാൽ എന്നെ ചീത്ത അറിയില്ലേ? ചീത്ത പറയൂലെന്നൊന്നും പറയണ്ട. നൗ സപ്ലൈ എന്ന് ഏകദേശം നടുവിൽ എഴുതുക. ഇനി എന്തൊക്കെ ഇതിൽ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു സപ്ലൈയുടെ ഒരു ഡെഫിനിഷൻ ഇവിടെ വരും. ഓക്കെ, അതിന് താഴെ ജസ്റ്റ് ഒരു സെന്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. ദെൻ ഫസ്റ്റത്തത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A വരും. അടിയിൽ 7 സബ്സെക്ഷൻ 1AA, അതായത് അടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാണ്ട്. ദെൻ 1AA, 1B ആൻഡ് 1C വരും. ദെൻ നെക്സ്റ്റ് 7 സബ്സെക്ഷൻ 1 ക്യാപിറ്റൽ A വരും. അതിന്റെ താഴെ ഒന്നുമില്ല. ഓക്കെ, ദെൻ 7 സബ്സെക്ഷൻ 2 വരും. അതിന്റെ താഴെ ഏകദേശം നല്ല ഡെപ്തിൽ എഴുതാണ്ട്. ഓക്കെ, ദെൻ 7 സബ്സെക്ഷൻ 3 വരും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. സോ സിമ്പിൾ. ഓക്കെ, ഇതിന്റെ താഴെയും ഇതേ ഗ്യാപ്പ് വിട്ടോ, കാരണം ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ മനസ്സിലായില്ലേ? ഇത്രയാണ് വരാൻ പോണത്. സോ അത്യാവശ്യം ലെങ്തില് ഇങ്ങനെ കൊടുക്കുക. തെറ്റ് അടിയിലുള്ളതൊന്നും എഴുതണ്ട, കാരണം ഒന്നിന് എത്ര ഗ്യാപ്പ് വരണം നിങ്ങൾക്ക് അറിയില്ല. അത് പറഞ്ഞു കഴിയുമ്പോഴേ എഴുതുള്ളൂ. ഇപ്പൊ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണ്ട. ഓക്കെ, ഓക്കെ, തുടങ്ങാം. നൗ സപ്ലൈ ഫസ്റ്റ് വൺ 7 സബ്സെക്ഷൻ 1. ഡെഫിനിഷൻ എഴുതാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ വേണം. സപ്ലൈ മീൻസ് എന്ന് എഴുതിയിട്ട്, ഓക്കെ, എത്ര ഗ്യാപ്പ് നിങ്ങൾ വിട്ടില്ല? ഒന്നും വിട്ടില്ലല്ലോ. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇറ്റ് ഈസ് DEBTSRLL. ഓക്കെ, ഇറ്റ്സ് ഡെപ്ത് SRLL. ഓക്കെ, സപ്ലൈ മീൻസ് എന്താ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാൻ പറഞ്ഞതേ. എന്താണ്? ജസ്റ്റ് ഇങ്ങനെ എഴുതുക. ഇറ്റ് ഈസ് ഡെപ്ത് SRLL. സെന്റൻസ് ആയി എഴുതിയ ഒരുപാട് ഇതെടുക്കും. ഞാൻ പറഞ്ഞുതരാം, ഫില്ല് ചെയ്യാണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് കോഡ് വേർഡ് ആണ്. ഓക്കെ, ഓക്കെ, സെറ്റ്. സെറ്റാണോ? നൗ ഡി ഈസ് ഡിസ്പോസൽ. ഡി എന്താണ്? ഈസ് ഡിസ്പോസൽ. ഡി ഈസ് ഡിസ്പോസൽ. ഇ ഈസ് എക്സ്ചേഞ്ച്. ഇ ഈസ് എക്സ്ചേഞ്ച്. ബി ഈസ് ബാർട്ടർ. ബി ഈസ് ബാർട്ടർ. ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ. ഓക്കെ, ടി ഈസ് ട്രാൻസ്ഫർ. ടി ഈസ് ട്രാൻസ്ഫർ. എസ് ഈസ് സെയിൽ. S is sale. R is rental. R is rental. L is license. L is license and second L is lease. Second L is lease. Okay, so supply means എന്തൊക്കെയാണ്? Supply means disposal, exchange, barter, transfer, sale, rental, license and lease. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഇങ്ങനെ ഒരു ഫ്ലവർ ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, ഫോർ കൺസിഡറേഷൻ for consideration for business
for consideration and for business. For consideration and for business. ഓക്കെ, അപ്പൊ എന്താ ചുരുക്കത്തിൽ പറയണത്? ഇവിടെ നോക്കുക. ഇനി ഇതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇതിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യണം? ബിസിനസിന് വേണ്ടി ചെയ്യും വേണം. നിങ്ങൾക്ക് അതിലൂടെ ഒരു പൈസ വരികയും ചെയ്യുകയാണെങ്കിലാണ് എന്ത്, അത് സപ്ലൈ ആവും. ക്ലിയർ? അതായത് നിങ്ങൾ വീട്ടിലേക്ക് ഒരു കാറ് മേടിച്ചു എന്നുള്ളത് കൊണ്ട് അത് സപ്ലൈ ആവില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് നോട്ട് ഫോർ ബിസിനസ്. നിങ്ങൾ ഒരു കാറ് മേടിച്ചു, അതിന് നിങ്ങൾ ബിസിനസിന് വേണ്ടി ഒരു കാറ് മേടിച്ചു, അതിന് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും അത് സപ്ലൈ ആവില്ല. കാരണം എന്താ? ബിക്കോസ് അവിടെ കൺസിഡറേഷൻ ഇല്ല. ക്ലിയർ ആണോ? അതായത് നിങ്ങൾ ഒരു ഷോറൂം നടത്തുകയാണ്, ഷോറൂമിൽ നിന്ന് കാറ് നിങ്ങൾ ഫ്രീ ആയി കൊടുത്താലും ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. കാരണം എന്താ? കൺസിഡറേഷൻ ഇല്ല. ക്ലിയർ ആണോ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? ഒന്നെങ്കിൽ ഡെപ്സ്ട്രൽ ആവണം, അത് ബിസിനസിനും ആവണം, അതിൽ കൺസിഡറേഷൻ വേണം, എങ്കിൽ മാത്രമാണ് അത് എന്ത്, സപ്ലൈ. ക്ലിയർ ആണോ? ഓക്കെ, നൗ എന്തുകൊണ്ടാണ് സെയിൽ എന്ന് പറയാതെ ഇതൊക്കെ പറയാൻ കാരണം? ഓക്കെ, ഡൗട്ട് ഉണ്ടാവാം. ഞാൻ വാട്ട് ഈസ് ഡിസ്പോസൽ? നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതൊക്കെ സപ്ലൈയിലാക്കുന്നത്? ബിൽഡിംഗ് നശിപ്പിച്ചാൽ നമുക്ക് വല്ല ഗുണവും കിട്ടുന്നുണ്ടോ? ഓക്കെ, നൗ നശിപ്പിച്ച് കളയുന്നതും ഒരു ബിസിനസ്സാണ്. ഫ്ലാറ്റ്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പൊളിച്ചു കളയണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുക്കില്ലേ? ആ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ 50,000 60,000 കൊടുക്കില്ലേ? ഞാൻ അത് അയാൾക്കൊരു ബിസിനസ് അല്ലേ? അപ്പൊ ഡിസ്പോസൽ നമ്മൾ ഒരു വർക്ക് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ സപ്ലൈ. കാരണം അതിലൂടെ അയാൾ സമ്പാദിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൺസിഡറേഷൻ വരുന്നുണ്ട്. നൗ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺസിഡറേഷൻ ക്യാൻ ബി ഇൻ മോണിറ്ററി ടേംസ് ഓർ നോൺ മോണിറ്ററി ടേംസ്. അതായത് നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന പ്രത്യുപകാരം പൈസയായിട്ടും കിട്ടാം, അല്ലാതെ വേറെ രീതിയിലുള്ള പ്രത്യുപകാരമായിട്ടും കിട്ടാം. നിങ്ങൾ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞു, അതിന് നിങ്ങൾക്ക് ഒരു BMW കാറാണ് തരുന്നെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ കൺസിഡറേഷൻ. മനസ്സിലായോ? സോ കൺസിഡറേഷൻ ക്യാൻ ബി മോണിറ്ററി ടേംസ് ഓർ നോൺ മോണിറ്ററി ടേംസ്. ക്യാഷും ആവാം, കൈൻഡും ആവാം. ക്ലിയർ ആണോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്ലൈ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കൺസിഡറേഷൻ ഉണ്ട്, ഇറ്റ് ക്യാൻ ബി ഇൻ മണി ഓർ ഇൻ കൈൻഡ്, അല്ലേ? ഇറ്റ് ക്യാൻ ബി മണി ഓർ ഇൻ കൈൻഡ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സപ്ലൈ മീൻസ്, പിന്നെ ഇതല്ല എങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? നൗ ആ സപ്ലൈയുടെ മീൻസിന്റെ അടിയിൽ യു ഷുഡ് റൈറ്റ് ഗുഡ്സ്, സർവീസസ് ഓർ ബോത്ത്. ഗുഡ്സ്, സർവീസസ് ഓർ ബോത്ത്. പറഞ്ഞ പോലെ ചെയ്യണേ. ഗുഡ്സ്, സർവീസസ് ഓർ ബോത്ത്. സോ നിങ്ങൾ വേറെ എന്തെങ്കിലും സപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഗുഡ്സോ സർവീസസോ രണ്ടും കൂടിയിട്ടോ നിങ്ങൾ ഈ പരിപാടികൾ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? അത് സപ്ലൈ ആവുള്ളൂ. ക്ലിയർ ആണോ? സോ ഇതിലെ ഇമ്പോർട്ടന്റ് വേർഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗുഡ്സ് സർവീസസ് ബോത്ത്, then there is debstral, then there is consideration, then there is business. അല്ലേ? ഇതാണല്ലോ ഇതിലെ ഇമ്പോർട്ടന്റ് വേർഡ്സ്. ഇതിൽ ഓരോ ഫാക്ടറിനെയും കുറിച്ചിട്ട് നിങ്ങൾ അറിയൽ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലെ? ഇതിൽ ഓരോ ഫാക്ടറിനെ കുറിച്ചിട്ടും നിങ്ങൾ അറിയല് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റത്തെ ഫാക്ടർ ഏതാ? ഇറ്റ്സ് ഗുഡ്സ് സർവീസസ്. നൗ തൊട്ട് അടുത്ത പേജിൽ ഇതിന്റെ ഡെഫിനിഷൻസ് എഴുതണം. അതായത് ഈ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, സർവീസസ് എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഗുഡ്സ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് ഗുഡ്സ്? അല്ല, എഴുതാനല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഗുഡ്സ് എന്താന്ന് എനിക്ക് പറഞ്ഞുതരാനാ പറഞ്ഞത്. വാട്ട് ഈസ് എ ഗുഡ്സ്?
മണി ഒന്നും അല്ലാത്ത സാധനങ്ങൾ, അതാണോ അതിന്റെ ഡെഫിനിഷൻ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? നോ. ഗുഡ്സ് എന്താ? ഗുഡ്സ് മീൻസ്, ഓ എഴുതണ്ട, ഗുഡ്സ് മീൻസ് എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും. എന്താണ്? എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും. പക്ഷെ അതിൽ എന്ത് പെടില്ല? മണി ആൻഡ് സെക്യൂരിറ്റി അതിൽ പെടില്ല. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മണി ഓർ സെക്യൂരിറ്റീസ്, ബട്ട് ഇൻക്ലൂഡ്സ്. എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഗ്രോയിങ് ക്രോപ്സ് ഓർ തിങ്സ് attached to a land which is severed before the contract of supply. അല്ലേ? അതിനല്ലേ ഡെഫിനിഷൻ? യെസ്. സോ സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ 2 subsection 74 of CGST Act, section 2 subsection 74 of CGST Act, section 2 subsection 74 of CGST Act, section 2 subsection 74 of CGST Act says പറയാണ്, okay, goods means all movable property. എന്നിട്ട് movable property underline ചെയ്യുക. all movable property എന്നിട്ട് movable property underline ചെയ്യുക. all movable property എന്നിട്ട് movable property underline ചെയ്യുക. why എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് നിങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് സെൽ ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്സ്. ക്ലിയർ ആണോ? ഓൾ മൂവബിൾ പ്രോപ്പർട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? അടിയില് ഇൻക്ലൂഡ്സ്, എക്സ്ക്ലൂഡ്സ്, ഇൻക്ലൂഡ്സ്, എക്സ്ക്ലൂഡ്സ്. ഓൾ മൂവബിൾ പ്രോപ്പർട്ടി and it includes എഴുതുക ഗ്രോയിങ് ക്രോപ്സ്. എന്താണ്? ഗ്രോയിങ് ക്രോപ്സ് or things attached to the land, or things attached to the land, or things attached to the land which is severed before the contract of supply, which is severed before the contract of supply, which is severed before the contract of supply. Ini excludes, but it excludes എക്സ്ക്ലൂഡ്സിന്റെ കീഴില് രണ്ടെണ്ണം മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണി ആൻഡ് സെക്യൂരിറ്റീസ്. ക്ലിയർ ആണോ? ഓക്കെ. സോ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങള് വേറൊരാൾക്ക് പൈസ കൊടുക്കുകയാണ്, which is not a goods. മണി ഇല്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാണ്, ഇറ്റ് ഈസ് സെക്യൂരിറ്റീസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്സ്. GST വരില്ല. ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. ഓക്കെ. നിങ്ങൾ ലാൻഡ് സെയിൽ ചെയ്യാണ്, ഇറ്റ് ഈസ് an immovable property, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ്സ്, ഇറ്റ്സ് നോട്ട് എ സപ്ലൈ, നോ GST. ക്ലിയർ ആണോ? ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും, പക്ഷെ അതില് മണി ഉൾപ്പെടില്ല, സെക്യൂരിറ്റി ഉൾപ്പെടില്ല, പക്ഷെ ഇൻക്ലൂഡ് ചെയ്യും എന്ത്? ഗ്രോയിങ് ക്രോപ്സ്. അതായത് ഒരു നിലത്തില് വളരുന്ന ചെടികളും അതിന്റെ നാണ്യവിളകളും, ഇതൊക്കെ എന്തിൽ പെടും? ഗുഡ്സിൽ പെടും. അതായത് നിങ്ങള് ഒരു ലാൻഡിൽ വിളയുന്ന ഓറഞ്ചോ ആപ്പിളോ വിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗുഡ്സ് ആൻഡ് ഇറ്റ് സപ്ലൈ അട്രാക്ട്സ് GST ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ ആണോ എന്താ ഗുഡ്സ് എന്നുള്ളത്? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എക്സംപ്റ്റഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സംഷനെ കുറിച്ചിട്ടല്ല പറയുന്നത്, GST അതിന് വരുമോ ഇല്ലയോ എന്നാണ്. ടാക്സിൽ ചിലപ്പോൾ അത് എക്സംപ്റ്റഡ് ആവും, പക്ഷെ അത് സപ്ലൈ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതായത് ഞാനൊരു സർക്കിൾ വരച്ചു തന്നിട്ട് പറഞ്ഞു ഏതൊക്കെയാണ് സർക്കിളിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്, പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത്.
ഇത് ഉള്ളിലാണോ പുറത്താണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന് എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സോ സപ്ലൈ എന്ന് പറയുന്നത് എന്താ, ഗുഡ്സ് എന്ന് പറയുന്നത് എന്താ? ഗുഡ്സ് മീൻസ് all movable properties except money and security, but include growing crops or things attached to the land which is severed before the contract of supply. Clear ആണോ? Clear ആണോ? Section 2 subsection 74. Clear? Now there is a problem. എന്താ പ്രശ്നം? പൈസയെ കുറിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു. പൈസയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്താണ് പൈസ? ക്രിപ്റ്റോ കറൻസി പൈസയാണ്. പെട്ടു. കാരണം കറൻസിയിൽ പലതും വരും. നിങ്ങള് ശേഖരിച്ചു വെച്ചിരിക്കുന്ന കറൻസി ഉണ്ടാവും അല്ലെ. ഇപ്പോ മറ്റേ ബ്രിട്ടന്റെ പണ്ടത്തെ പൗണ്ട് ഇതൊക്കെ നിങ്ങൾ മണി കളക്ഷനിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് മണിയാണോ? ഇത് കൊടുത്താൽ എനിക്ക് സപ്ലൈ ആവോ? ഇത് കൊടുത്താൽ കൺസിഡറേഷൻ ആയിട്ട് കൂട്ടുവോ? ഇല്ലേ? പ്രശ്നമല്ലേ? നൗ പൈസ എന്താണ് എന്നുള്ളതും ഒരു ഇഷ്യൂ ആണ്. നമുക്ക് $US എടുക്കാൻ പറ്റുമോ? ഒരു സാധനം വിറ്റിട്ട് $US തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ $US നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ അല്ലേ? സോ മണി എന്താണ്? ഗുഡ്സ് ആണോ? പൈസ ഗുഡ്സ് ആണോ? എന്താ ഡെഫിനിഷൻ പറയുന്നത്? പൈസ ഗുഡ്സ് ആണോ? ഗുഡ്സ് അല്ല എന്നാണ്. പക്ഷെ പൈസയിൽ ഞാൻ പറയുന്ന ഡെഫിനിഷന് പുറത്തുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? ഗുഡ്സ് ആണല്ലോ. അപ്പൊ ഞാൻ പറയാണ് ഇന്ത്യൻ റുപ്പീസ് മാത്രമാണ് ഗുഡ്സ് എന്ന് വെക്കുക. ഇന്ത്യൻ റുപ്പീസിനെയാണ് ഇവിടെ മണി എന്ന് ഉദ്ദേശിക്കുന്നത് വെക്കുക. ഇന്ത്യൻ റുപ്പീസ് ഒരാൾക്ക് കൊടുത്താൽ അത് സപ്ലൈ ആവില്ല, ഗുഡ്സ് ആവില്ല. പക്ഷേ $US കൊടുത്താൽ എന്താവും? ഗുഡ്സ് ആവും അല്ലെ? അപ്പൊ മണിയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മണി എന്നുള്ളത്? സോ എന്താ അവിടെ പറയണത്? മണി എന്താണ്? Money is the currency. Money is a currency which is recognized by the Reserve Bank of India. എന്താണ്? Money is the currency which is recognized by the Reserve Bank of India. Money is a currency which is recognized by the Reserve Bank of India. Okay? ഇവിടെയും ഇഷ്യൂ ഉണ്ട്. ഇവിടെയും ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയാം. But excludes. But excludes currency of numismatic value. Sorry, coins of numismatic value. Coins of numismatic NUMISTIMATIC value. Currency of numismatic value. Currency or coins. എന്താണ്? ന്യൂമിസ്റ്റിമാറ്റിക് വാല്യൂ. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത് ഏത് കറൻസിയും എന്താണ്? മണിയാണ് എന്നാ പറയണത്. നൗ ലോകത്തുള്ള എല്ലാ റെക്കഗ്നൈസബിൾ കറൻസിയും ആര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്? RBI. സോ എല്ലാ രാജ്യത്തിന്റെയും കറൻസി ആര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്? RBI. സോ ഏത് കറൻസി ആണെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. ബട്ട് if you are transferring Bitcoin or cryptocurrency, it is goods. എന്താണ്? ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി ഒക്കെയാണ് നമ്മളിപ്പോ ഗുഡ്സിൽ ഏതാണെന്നാണല്ലോ ആലോചിക്കുന്നത്. ഗുഡ്സിൽ മണി ഉൾപ്പെടില്ല അല്ലെ? ആ മണി ഉൾപ്പെടില്ല എന്ന് പറയണമെങ്കിൽ ആ മണി റിസർവ് ബാങ്ക് റെക്കഗ്നൈസ് ചെയ്യണം. ക്രിപ്റ്റോ കറൻസി ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾക്ക് ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് GST ഈസ് അട്രാക്റ്റഡ്. ക്ലിയർ ആണോ? അപ്പൊ അതില് അടിയിൽ എഴുതുക ക്രിപ്റ്റോ കറൻസീസ് ആർ നോട്ട്. ഓക്കെ, രണ്ടെണ്ണം എഴുതുക. ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് NFTs. ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് NFTs are not recognized by the Reserve Bank of India. Cryptocurrencies and NFTs are not recognized by the Reserve Bank of India. Now, എന്താ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ധാരാളം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്താ NFT?
NFTs are called as non-fungible tokens. Okay, അതും നിങ്ങൾക്ക് വേണം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. Okay, non-fungible tokens. Now non-fungible tokens എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ നമുക്ക് ഓരോ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വലിയ പിക്ചർ ആണെങ്കിൽ അതിന്റെ ഓരോ പീസസ് ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതായത് വരച്ച പിക്ചർ അല്ല കേട്ടോ, ഡിജിറ്റൽ പിക്ചേഴ്സ്. ഡിജിറ്റൽ പിക്ചേഴ്സിലെ റയറസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നോ അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫണ്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ആസ് NFT. ഓക്കെ, ഇപ്പത്തേക്ക് അത് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ മെക്കാനിസത്തിലൂടെ നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബിറ്റ് കോയിൻ. ഓക്കെ, അതിനെ കുറിച്ച് അധികം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്തേണ്ടി വരും. ഓക്കെ, സോ ബിറ്റ് കോയിനോ NFTയോ എന്തല്ല, റിസർവ് ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് മണിയല്ല. മണി അല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഗുഡ്സ്. അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്താൽ GST വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ് ഈസ് മണി. നൗ സെക്കൻഡ് വൺ ഈസ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്താണ് സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റീസിന്റെ കീഴിൽ എഴുതുക എനി ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് ട്രേഡഡ് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. എനി ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ഈസ് ട്രേഡഡ് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. Any instrument that is traded in a stock market. Okay, ആ ഗുഡ്സിന്റെ സെക്ഷൻ ഒന്ന് മാറ്റാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ആണ്, 74 അല്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. നൗ സർക്കുലർ 16/2017 എന്താണ്? ഏതാ സർക്കുലർ? സർക്കുലർ 16/2017 പറയുന്നുണ്ട് എന്ത്? നമ്മളൊരു ഡെഫിനിഷൻ ഇപ്പൊ പറഞ്ഞു, സെക്ഷൻ 2 സബ്സെക്ഷൻ 52. ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ 52 നമ്മൾ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഗ്രോയിങ് ക്രോപ്സിന്റെ കാര്യമാണ്. ഇതിലൂടെ ഒരു കാര്യം കൂടി സർക്കുലർ 16/2016 ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ കാര്യം? ഇറ്റ് ഈസ് ആക്ഷണബിൾ ക്ലെയിംസ്. സോ ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ സർക്കുലർ 16/2016 എന്ന് എഴുതുക. ഓക്കെ, ആക്ഷണബിൾ ക്ലെയിം. ആക്ഷണബിൾ ക്ലെയിം സർക്കുലർ 16/2016. 2017 സർക്കുലർ എന്താ? ആ ഇൻക്ലൂഡ്സിൽ രണ്ടാമത്തെ പോയിന്റ് ഗുഡ്സില് ഇൻക്ലൂഡ്സ് ഇല്ലേ? ഗുഡ്സിലെ ഇൻക്ലൂഡ്സിന്റെ അണ്ടറിൽ നമ്മൾ ഗ്രോയിങ് ക്രോപ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തേ പെട്ടോ? ഓക്കെ, അതില് ആക്ഷണബിൾ ക്ലെയിംസ് കൂടെ ആഡ് ചെയ്യുക. ഗുഡ്സിൽ എന്തൊക്കെ ഉണ്ട്? അപ്പോ ഗ്രോയിങ് ക്രോപ്സ് ഉണ്ട്, എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഉണ്ട്, ഗ്രോയിങ് ക്രോപ്സ് ഉണ്ട്, ആക്ഷണബിൾ ക്ലെയിംസ് ഉണ്ട്. പക്ഷെ എന്തില്ല? മണിയും ഇല്ല, സെക്യൂരിറ്റിയും ഇല്ല. 16/2017 16/2017 16/2017. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഗുഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇനി സർവീസ് ഉണ്ടാവുമല്ലോ. നൗ സർവീസിന്റെ എഴുതുക സെക്ഷൻ 2 സബ്സെക്ഷൻ 102. സെക്ഷൻ 2 സബ്സെക്ഷൻ 102 എന്താണ് സർവീസ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 102. ഓക്കെ, എന്താ അത് പറയണത്? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. എന്താണ്? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. എഴുതുട്ടി. എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് excludes money and securities, but excludes money and securities, and includes
and includes transaction in money for consideration, transaction in money for consideration, and facilitating transactions in securities, and facilitating transactions in securities, and facilitating transactions in securities. Now എന്തുകൊണ്ടാ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം? Now സർവീസിന്റെ ഡെഫിനിഷൻ എന്താ? സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, ബട്ട് ഇറ്റ് എക്സ്ക്ലൂഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഇൻക്ലൂഡ്സ് transaction in money for consideration and facilitating transaction in securities. Now സർവീസ് ഗുഡ്സ് അല്ലാത്ത എല്ലാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗുഡ്സ് അല്ലാത്ത മണിയും സെക്യൂരിറ്റിയും സർവീസിൽ പെടില്ലേ? ഗുഡ്സ് അല്ലാത്ത എല്ലാം സർവീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗുഡ്സ് അല്ലാത്ത മണിയും സെക്യൂരിറ്റിയും എന്തിൽ പെടും? സർവീസിൽ പെടും. അതുകൊണ്ടാണ് മണീനെയും സെക്യൂരിറ്റിയും ഇവിടെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് എക്സ്ക്ലൂഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റി, ബട്ട് ഇൻക്ലൂഡ്സ് എന്താ പറയണത്? നിങ്ങള് പൈസ കൈമാറ്റം ചെയ്യാണ് എന്തിന്? കൺസിഡറേഷന് വേണ്ടിയിട്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ പൈസ കൈമാറ്റം ചെയ്യുക കൺസിഡറേഷന് വേണ്ടിയിട്ട്? എൻ്റെ അടുത്ത് US$ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് മണി എക്സ്ചേഞ്ച് പോണു. ഈ $US കൊടുത്തിട്ട് ഞാൻ ഇന്ത്യൻ റുപ്പി മേടിക്കുമ്പോൾ അവരൊരു ചാർജ് മേടിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺസിഡറേഷൻ. അങ്ങനെ വരികയാണെങ്കിൽ ആ ചാർജ് ഈസ് സബ്ജക്ട് ടു ടാക്സ്. ക്ലിയർ ആണോ? അതായത് നിങ്ങൾ വെറുതെ മണി കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണ്. ഞാൻ 1000 രൂപ കൊടുക്കുന്നു, നിങ്ങൾ 1000 രൂപ ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്സ്, ഇറ്റ് ഈസ് നോട്ട് സർവീസസ്. കാരണം എന്താ? മണി ഒരിക്കലും ഒരു ഗുഡ്സോ സർവീസോ അല്ല. പക്ഷേ ഈ പൈസ ഞാൻ 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ 990 രൂപയാ തരുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ ഇൻ മണിയിൽ നിങ്ങൾ പൈസ മേടിച്ചു, എൻ്റെ അടുത്ത് ബ്രോക്കറേജ് ആയിട്ട് മേടിച്ചു. ആ പൈസ എന്താണ്? സർവീസ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻ ഇൻ മണി ഫോർ കൺസിഡറേഷൻ. എന്താ? ഒന്നുകൂടി ഞാൻ പറയണേ, നിങ്ങൾ പൈസ കൈമാറ്റം ചെയ്തിട്ട് ആർക്കും ഒരു ലാഭവും വന്നിട്ടില്ലെങ്കിൽ മണിയുടെ ട്രാൻസാക്ഷൻ മാത്രമാണത്, അല്ലെങ്കിൽ മണി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു മാത്രമാണത്. മണി ഒരിക്കലും ഗുഡ്സോ സർവീസോ അല്ല, അതുകൊണ്ട് സപ്ലൈ അല്ല. പക്ഷേ നിങ്ങൾ 1000 രൂപ കൊടുത്തിട്ട് 990 ആണ് മറ്റേ ആൾ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ 10 രൂപ ചാർജ് പിടിച്ചിട്ടുണ്ട്. അത് മണിയുടെ എക്സ്ചേഞ്ച് അല്ല, ട്രാൻസാക്ഷൻ ഇൻ മണിയാണ്. അതിൽ അയാൾക്ക് ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സർവീസ് ആണ്, അതുകൊണ്ട് തന്നെ സപ്ലൈയോ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ട്രാൻസാക്ഷൻ ഇൻ മണി ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. രണ്ടാമത്തേത് പറയണു ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. എന്താണ് അത് പറയണത്? ഗുഡ്സിന്റെ കാര്യത്തിൽ പറഞ്ഞു സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്യില്ല, സർവീസസും പറയുന്നു സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ സെക്യൂരിറ്റി വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു പ്ലാറ്റ്ഫോം തരികയാണ്. ആ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഞാൻ ചാർജ് ഈടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സർവീസ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, എനിക്ക് ഞാൻ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ എനിക്ക് ടാക്സ് ഇല്ല, അത് സർവീസ് അല്ല, ഗുഡ്സും അല്ല. പക്ഷേ ഞാൻ ഷെയർ വാങ്ങുകയോ വിൽക്കുന്നതിനോ ഏതെങ്കിലും ഒരു പാർട്ടി എന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിച്ചാൽ ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ഇറ്റ് ഈസ് ടാക്സബിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ ഇന്ന് എന്തൊക്കെ നോക്കിയേ? നമ്മൾ ഇന്ന് എന്താ നോക്കിയത്? ഇനി എടുത്താ നിങ്ങള് ഓക്കെ എന്തൊക്കെ എടുത്തു? നമ്മള് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് ടാക്സബിൾ സപ്ലൈ, എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ, എന്താണ് നോൺ ടാക്സബിൾ സപ്ലൈ ആൻഡ് എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ. ഇതിൽ നിന്നായിരുന്നു. ദെൻ ടാക്സ് സ്ട്രക്ചറിലേക്ക് നമ്മൾ പോയി. എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് റീഫണ്ട് ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റീഫണ്ട് ആവുക, ഏതൊക്കെ സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ല. അതായത് നമ്മള് പ്രൊഡക്ഷനോ റീസെല്ലിങ്ങിനോ അല്ലെങ്കിൽ കൺസ്യൂമർ ഒക്കെ ആണ് എക്സംപ്റ്റഡ് സപ്ലൈ കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. അതായത് എക്സ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് ഇല്ല, അപ്പൊ നമുക്കത് റീഫണ്ട് ആയിട്ട് ക്യാഷ് ആയിട്ട് എടുക്കാം എന്നുള്ള ഓപ്ഷനും നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? അതിനുശേഷം എന്താ പറഞ്ഞേ? സപ്ലൈ ആണ് പറഞ്ഞേ.
അതിനുശേഷം നമ്മൾ സപ്ലൈ പറഞ്ഞു. സപ്ലൈ സെക്ഷൻ 7 വരുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ സപ്ലൈനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറെ പല സെക്ഷൻസും പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സെക്ഷൻസിൽ നമ്മൾ സപ്ലൈയുടെ ഡെഫിനിഷൻ എഴുതിയപ്പോൾ ഇറ്റ് ഈസ് സപ്ലൈ മീൻസ് സപ്ലൈ ഓഫ് ഗുഡ് സർവീസസ് ഓർ ബോത്ത് അല്ലെ, വിച്ച് ഈസ് ഡിസ്പോസൽ, എക്സ്ചേഞ്ച്, ബാർട്ടർ, ട്രാൻസ്ഫർ, സെയിൽ, റെന്റിംഗ്, ലൈസൻസ് ആൻഡ് ലീസ്. ഓക്കെ, ഫോർ എന്ത് കൺസിഡറേഷൻ which can be in money or kind. Okay, for business purpose. ഇതാണ് എന്ത് സപ്ലൈ. Now ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താ, ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്താ, ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 52. ഇവിടെ ഇല്ലേ, ഞാൻ സെക്ഷൻ മാറ്റിയതൊക്കെ അറിഞ്ഞില്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ആണ് എന്ത് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് ഇൻക്ലൂഡ്സ് ഓൾ മൂവബിൾ പ്രോപ്പർട്ടീസ്. ഓക്കെ, and it excludes money and security, but includes growing crops and things forming part of the land or attached to the land which are severed before the contract of supply. Also includes actionable claims as per circular 16/2017. Clear ആണോ? Okay, then നമ്മൾ എന്തിലേക്ക് വന്നു? മണി. മണിയുടെ കാര്യം എന്താ പറഞ്ഞത്? Money means any currency which is recognized by the Reserve Bank of India. Clear ആണോ? But cryptocurrencies and NFTs are not recognized by the Reserve Bank of India, hence it is goods. Clear ആണോ? Then service section 2 subsection 102. Service means anything other than goods. Alla, anything other than goods, but it excludes money and security, and it includes transaction in money for consideration and facilitating transaction in securities for consideration. Clear ആണോ? ഇതാണ് എന്ത് സർവീസ്. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ.